Sixth sum, Advancement in Imaging Modalities paper, Unit 2 ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മളിനി ഫാമിലി 2 ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ വരുന്ന മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, സിൻഡിലൈറ്റേഴ്സും എന്ത് ചെയ്യുന്നത് CCD ഡിവൈസ് ആയിട്ടാണ് കപ്പിൾ ചെയ്തേക്കുന്നത്. ഇവിടെ സെൻസസ് എന്ന് പറയുന്നത് CCD കമ്പോണൻസിനെ ഉപയോഗിച്ചിട്ടാണ്, അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ട്വിങ്കിളിംഗ് ലെയർ ഉണ്ടായിരിക്കും. അത് ലെയർ മെയിനായിട്ട് ചെയ്യുന്നത് സ്പേഷ്യൽ റെസൊല്യൂഷൻ്റെ റോളാണ് ചെയ്യുന്നത്. അതുപോലെ ഡിറ്റക്ഷൻ കപ്പാസിറ്റി കൂട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കോട്ടിൻ്റെ തിക്നെസ് കനം കൂടുന്തോറും എന്തുണ്ടാവും, കൂടുതലായിട്ട് സ്പ്രെഡിങ്ങും അതുപോലെ തന്നെ സ്പേഷ്യൽ റെസൊല്യൂഷനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് മെറ്റീരിയൽ. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചോയ്സ്, ഏത് മെറ്റീരിയൽ വേണമെന്നുള്ളത് നമ്മൾ നല്ലപോലെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ തിക്നെസ്, അതിൻ്റെ കനമാണെങ്കിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യണത് മെയിനായിട്ട് എനർജി. നമുക്ക് എത്രത്തോളം എനർജിയിൽ ഈ റേസ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള തിക്നെസ്സിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് യൂസ് ചെയ്യാനായിട്ട്, ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സെലക്ട് ചെയ്യാനായിട്ട്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് സീഷ്യം അയഡൈഡ് ആണ്. സീഷ്യം എന്ന് പറയുന്നത് SCSI എന്ന് പറയുന്നത് S സ്മോൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഗഡോലീനിയം ഓക്സി സൾഫറും യൂസ് ചെയ്യാറുണ്ട്, GD20 O2S2. ഓക്കെ, GdO2S2 എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാഡ്മിയം ടങ്സ്റ്റേറ്റ്, CdWO4. ഓക്കെ, ഈ 4, 2 എന്നൊക്കെയുള്ള നമ്പർ സഫിക്സ്, അതായത് നമ്മുടെ തൊട്ട് താഴെ ആ O എന്ന ലെറ്ററിൻ്റെ താഴെയായിട്ടാണ് വരിക. ഇത് പ്രിൻ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളൊരു എററാണ് കേട്ടോ. ഈ CCDയുടെ സർഫസ് വീക്കാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ കപ്ലിങ് നമ്മൾ നോക്കണം. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഒന്നെങ്കിൽ മിററോ അല്ലെങ്കിൽ ലെൻസോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറോ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഒപ്റ്റിക്കൽ കപ്ലിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് എന്താണ്, ലൈറ്റിൻ്റെ സർഫസിൽ നിന്നും എമിറ്റഡ് ആവുന്ന, പുറത്തേക്ക് പോകുന്ന ലൈറ്റിൻ്റെ എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജി മാക്സിമം ആക്കാനും അതുപോലെ മാക്സിമം ആവുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും, പിന്നെന്താണ് ഇൻപുട്ട് ഫീൽഡ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ളിൽ നിന്ന് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. CCD എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല ഡിവൈസിൻ്റെ എലമെൻറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് റെഡ്യൂസ് ചെയ്യും ഫോട്ടോൺസിനെ. അപ്പോൾ CCD എത്തുന്നതിൻ്റെ അവിടെയുള്ള ഫോട്ടോൺസിന് എന്ത് ചെയ്യും, അത് റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നോയ്സ് ഇൻക്രീസ് ചെയ്യാനും കൂട്ടാനും, പിന്നെന്താണ് ഇമേജിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാനുമായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു സെൻസിറ്റീവ് കാരണമാണ് അതിങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാവണേ. ജോമെട്രിക്കൽ ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നതും അതുപോലെ ലൈറ്റ് സ്പ്രെഡ് ആവണതൊക്കെ ഈ ഒപ്റ്റിക്കൽ റിഡക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസ്, ഫീൽഡിൻ്റെ ലിമിറ്റേഷൻസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സിൻഡിലൈറ്ററിനെ കവർ ചെയ്യും. അല്ലെങ്കിൽ സിൻഡിലൈറ്റർ സ്ക്രീനിൽ നമ്മൾ പല ക്യാമറാസ് ഉപയോഗിച്ചിട്ട് അത് മാറ്റും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യും ഇമേജൻസിനെയും. അതുപോലെ ലാർജ് ഫീൽഡ് കിട്ടാനും ഹൈ സ്പേഷ്യൽ റെസൊല്യൂഷൻ നമുക്കപ്പോൾ വേണ്ടി വരും. ഇനി CCDയുടെ തെർമൽ നോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു നോയ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂൾഡ് കമ്പോണൻസിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ളതായിരിക്കും. മേജറായിട്ടുള്ള ഈ ഫാമിലിയിലെ മെയിൻ പറയുന്നത് CCD കമ്പോണൻറ്റിനെയാണ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫാമിലി 3 ആണ് വരുന്നത്, ഇൻഡയറക്റ്റ് കൺവേർഷൻ ഫ്ലാറ്റ് പാനൽസ് എന്ന് പറയണത്. ഓക്കെ, ഇൻഡയറക്റ്റ് കൺവേർഷൻ ഫ്ലാറ്റ് പാനൽസ് ആണ് മൂന്നാമത്തെ ഫാമിലിയിൽ മെയിനായിട്ടുള്ളത്. ഈ ടെക്നോളജി മെയിനായിട്ട് ഒരു ഫ്ലൂറസെൻ്റ് ലെയർ, എന്തെങ്കിലും ചെറിയൊരു ലൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാക്കാൻ കഴിവുള്ള ലെയറാണ് ഫ്ലൂറസെൻ്റ് ലെയർ എന്ന് പറയുന്നത്. അത് ലൈറ്റ് ഫോട്ടോൺസിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുകയും അത് എത്ര ഇൻസിഡൻ്റ് ആയിട്ടുള്ള അതായത് ഇൻസിഡൻറ്റ് ഫോട്ടോൺസ് എത്ര വന്ന് പതിക്കുന്നുണ്ടോ അത്രയും അളവാണ് ലൈറ്റ് ഫോട്ടോൺസിന് അത് റിലീസ് ചെയ്യുക, ആ ഒരു ഫ്ലൂറസെൻ്റ് ലെയർ. ഈ ലൈറ്റ് ഫോട്ടോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു ഫോട്ടോ ഡയോഡ്സിൻ്റെ ഒരു കൂട്ടം ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ വെച്ചിട്ടുണ്ടാവുക ഒരു അമോർഫസ് സിലിക്കണിൻ്റെ അവിടെയാണ്, ASI എന്നാണ് പറയുന്നത്, അതിൻ്റെ ഷോർട്ടാണ്, ഫോർമുലയാണ്. ദെൻ ഇലക്ട്രിക് ചാർജസ് എന്ത് ചെയ്യും, അങ്ങനെ ഉണ്ടാവുന്ന ഫോട്ടോ ഡയോഡിൻ്റെ അവിടെ വെച്ച് ഉണ്ടാവുന്ന ഇലക്ട്രിക് ചാർജസിനെ ആര് റീഡ് ചെയ്യും, TFT റീഡ് ചെയ്യുകയും എന്ത് ചെയ്യും, എന്നിട്ട് ആ ഫോട്ടോ ഡയോഡും ട്രാൻസിസ്റ്ററും മെയിനായിട്ടിരിക്കുന്നത് ഓരോ പിക്സലിൻ്റെയും ബിഹൈൻഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ആറ്റോമിക് നമ്പറും തിക്നെസ്സും ഫ്ലൂറസെൻ്റ് കോട്ടിൻ്റെ എന്തായിരിക്കും അനുസരിച്ചിട്ട് എന്ത് വരും, ഏത് ടൈപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം, ഒരു മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരെ. ദെൻ ഈ ഹയർ എനർജി നമുക്ക് വേണ്ടി വരികയാണെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് പറയുന്നത്
മെയിനായിട്ട് പ്രൊട്ടക്ഷനാണ്. സ്റ്റീൽ പ്ലേറ്റിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കണം, അതുപോലെ മെറ്റാലിക് പ്ലേറ്റിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ കൂടുതലും മെറ്റാലിക് പ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ കോപ്പർ, അലുമിനിയം പോലുള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് റീഇൻഫോഴ്സേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഫാമിലി 4 എന്ന് പറയുന്നത് ഡയറക്റ്റ് കൺവേർഷൻ ഫ്ലാറ്റ് പാനൽസ് ആണ്. ഇവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് അവിടെ ഒരു ഫോട്ടോ കണ്ടക്റ്റീവ്, അതായത് ലൈറ്റ് എനർജീനെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ് കോട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് മെയിനായിട്ട് സെലനിയം, അതായത് SC എന്നുള്ളതിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രിക്കൽ ചാർജസിനൊക്കെ എന്ത് ചെയ്യും, വിടുന്നത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, എത്ര ഇൻസിഡൻ്റ് ആയിട്ട്, അതായത് എത്ര വന്ന് ഫോട്ടോൺസ് പതിക്കുന്നുണ്ടോ അത്രയും എനർജിയിലുള്ള ഇലക്ട്രിക് ചാർജസിനെ അത് പുറത്തേക്ക് തള്ളും. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അമോർഫസ് സെലേനിയം, ASE എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് എന്നിട്ട് ഫോട്ടോ കണ്ടക്ടറിൻ്റെ സർഫസിൽ പോയി വരികയും അപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് അവിടെ ലൈക്ക് പുട്ട് ഡൗൺ ആക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചാർജസിന് എന്ത് ചെയ്യും, ഇലക്ട്രോഡ് വെച്ചിട്ട് റീഡ് ചെയ്തിട്ട് അവിടെ എന്താ ട്രാൻസിസ്റ്റർ ഉണ്ടായിരിക്കും. അത് TFTൻ്റെ തിൻ ഫീൽഡ് ട്രാൻസിസ്റ്ററിൻ്റെ ഹെൽപ്പോട് വിട്ട് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ മാട്രിക്സ് കളക്ട് ചെയ്യുന്ന ചാർജസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് സെലേനിയം എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അത് വളരെ ഫ്രജൈലാണെന്നാണ് പറയണത്. അത് എന്താണ് പ്ലേറ്റ് 5 ഡിഗ്രി സെൽഷ്യസിന് താഴെ വല്ലാണ്ട് വർക്ക് ചെയ്യില്ല. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കും. അത് 50 ഡിഗ്രീന് മുകളിലേക്ക് ടെമ്പറേച്ചർ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മെറ്റൽ സിസ്റ്റം മെയിനായിട്ട് സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഒന്ന് കാഡ്മിയം ടെലൂറി അല്ലേ, CDTE പറയണത്, HG മെർക്കുറി അയോഡൈഡ് 2, ദെൻ എന്താണ് ലെഡ് അയോഡൈഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനർജി ഭയങ്കര ലാർജിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫാമിലി 5 ആണ് നെക്സ്റ്റ് വീഡിയോയിൽ പിടിക്കാം. ഓക്കെ, താങ്ക് യു.